അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് എടുക്കുന്ന ചാപ്റ്ററാണ് ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സ്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് 2 ചാപ്റ്റർ പഠിച്ച പോലെ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ കോഡാക്കി തന്നെ ഡ്രഗ് പഠിക്കാം. അപ്പോൾ ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ എന്താണ് പാർക്കിൻസോണിസം എന്നറിഞ്ഞിരിക്കണം. അപ്പം ഈ പാർക്കിൻസോണിസം എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഞാൻ കുറച്ച് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് നോർമലി ഒരു മൂവ്മെൻറ്റ് നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ, കാരണം ഇത് നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമില്ല, നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്, അതായത് നമ്മൾ പോയി കൈ അനക്കുന്നതും കാലനക്കുന്നതും എന്തുതന്നെയായാലും നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടോ അതൊക്കെ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഫിസിയോളജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ സഹായിക്കുന്നത്, അതായത് നമ്മുടെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിൻ്റെ പേരാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയും. അപ്പം ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ബ്രെയിനിലൊരു പാർട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമല്ല. ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പാർട്സാണ്. ബ്രെയിനിലുള്ള കുറേ ആളുകൾ, അതായത് കുറേ പാർട്സ് കൂടിച്ചേർന്ന ഇതാണ് ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്നത്. ഈ ബേസൽ ഗാംഗ്ലിയ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ ഈ ബേസൽ ഗാംഗ്ലിയയിൽ വരുന്ന പാർട്സാണ് നമ്മുടെ ബ്രെയിനിൽ വരുന്ന കുറച്ച് പാർട്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ സ്ട്രയേറ്റം എന്ന് പറഞ്ഞ പാർട്സ് എവിടെ വരും? ഈ ബേസൽ ഗാംഗ്ലിയയിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഗ്ലോബസ് പൈലിഡസ് എന്ന് പറഞ്ഞ ഒരു ഭാഗവും ബേസൽ ഗാംഗ്ലിയയിൽ വരുന്നതാണ്. സ്ട്രയേറ്റം, ഗ്ലോബസ് പൈലിഡസ്, പിന്നെ അതുപോലെ സബ്തലാമസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാർട്ട്, ബേസൽ ഗാംഗ്ലിയയിലെ ഒരു പാർട്ടാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഏരിയ. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബ്രെയിനിലുള്ള കുറച്ച് പാർട്സൊക്കെ കൂടിച്ചേർന്ന് നമ്മൾ ഒരുമിച്ച് പറയുന്നൊരു പേരാണ് ബേസൽ ഗാംഗ്ലിയ. അപ്പോൾ ഈ ബേസൽ ഗാംഗ്ലിയയിൽ ഏതൊക്കെ പാർട്സ് വരുന്നുണ്ട്? സ്ട്രയേറ്റം എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്, പിന്നെ ഗ്ലോബസ് പൈലിഡസ് എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്, സബ്തലാമസ് വരുന്നുണ്ട്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞ ഭാഗം വരുന്നുണ്ട്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുക സബ്സ്റ്റാൻഷ്യ നൈഗ്രയിൽ വരുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് നമ്മൾ ഈ പറയുന്ന പാർക്കിൻസോണിസം. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു തരുന്നത് എന്താണ്? ബേസൽ ഗാംഗ്ലിയ എന്തിനാണ് നമുക്ക് സഹായിക്കുന്നത്? നമ്മുടെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ബേസൽ ഗാംഗ്ലിയ. ഇനി നമുക്ക് എങ്ങനെയാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത് കറക്റ്റ് നമ്മൾ പഠിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. ഇപ്പോൾ തൽക്കാലം ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. ബ്രെയിനിൻ്റെ ഈ ചെരിഞ്ഞ ഭാഗമാണ്, അതായത് ഈ ഭാഗം, ഞാൻ ഈ കേഴ്സർ വെച്ച ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗമായിട്ട് വരും. ഓക്കെ, ഇവിടെ ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നതെന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മുടെ എൻ്റെ വലത്തെ കൈ പൊക്കണം. അതാണ് നമ്മുടെ മൂവ്മെൻറ്റ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത്? എൻ്റെ വലത്തെ കൈ പൊക്കുന്നുണ്ട്. ആ പൊങ്ങുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഈ കേഴ്സർ വെച്ച ഈ ഒരു ഭാഗം, ഇതാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. ഈ ഒരു ഭാഗം നമ്മുടെ നെറ്റിയുടെ ആ 2 അറ്റം, ആ അറ്റത്തിനാണ്
പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. അതായത് കോർട്ടെക്സിൻ്റെ മുന്നിലുള്ള ഒരു ഭാഗം എന്നാണ് അതിൻ്റെ അർത്ഥം, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. അപ്പോൾ ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നാണ് എന്ത് വരുന്നത്, ആ ഒരു ഐഡിയ വരുന്നത്. എങ്ങനെ, ഏത് മൂവ്മെൻ്റാണ്, അതായത് ഐഡിയ, നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ ഐഡിയ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്. ഇപ്പം വലത്തെ കൈ പൊക്കുന്നതായിരുന്നു ഐഡിയ. അപ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഐഡിയ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്. എന്നിട്ട് അപ്പോൾ ഇവിടെയുള്ള ന്യൂറോൺ എന്താവും, ആക്റ്റീവ് ആവും. ഇവിടെ നിന്നുള്ള സിഗ്നൽ, അതായത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നുള്ള സിഗ്നൽ എങ്ങോട്ടേക്ക് പോകും, അടുത്ത പാർട്ടായിട്ടുള്ള കോർട്ടെക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ബ്രെയിനിൻ്റെ അടുത്ത പാർട്ടാണ് എന്ത്, കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ തൽക്കാലം കോർട്ടെക്സ് ആണെന്ന് വിചാരിക്കുക. ഈ ബ്ലൂ കളറുടേതാണ് കോർട്ടെക്സ് ആണ്. അപ്പോൾ ഐഡിയ ഒറിജിനേറ്റ് ചെയ്തത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നാണ്. അത് എന്ത് ന്യൂറോൺ വഴി എവിടെ എത്തും, നമ്മുടെ കോർട്ടെക്സിലെത്തും. ഓക്കെ അല്ലേ? അപ്പം ഇപ്പം എവിടെ എത്തിയിട്ടുണ്ട്, കോർട്ടെക്സിലാണ് നമ്മുടെ ഇൻഫോർമേഷൻ ഉള്ളത്. അതായത് വലത്തെ കൈയാണ് അനങ്ങേണ്ടതെന്നുള്ള ഇൻഫോർമേഷൻ കോർട്ടെക്സിലെത്തിയിട്ടുണ്ട്. ഇനി കോർട്ടെക്സിൽ നിന്ന് എങ്ങോട്ടേക്ക് പോകും, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിലേക്ക് സിഗ്നൽ പോകും. എങ്ങോട്ടേക്കാണ് പോവുക, നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിലേക്ക്. അപ്പോൾ ഇത് ബേസൽ ഗാംഗ്ലിയാണെന്ന് വിചാരിക്കുക. അപ്പം സിഗ്നൽ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, ബേസൽ ഗാംഗ്ലിയയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്നിട്ട് അടുത്തെന്ന് പറയുന്നത് ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് സിഗ്നൽ എങ്ങോട്ട് പോകും, അടുത്ത ഒരു പാർട്ടായിട്ടുള്ള തലാമസിലേക്ക് പോകും. അടുത്ത പോകുന്ന ഭാഗമാണ് തലാമസ്. ഓക്കെ, തലാമസിലേക്ക് പോകും. ഇത് തലാമസാണ്. ഇനി തലാമസിൽ നിന്നും എന്ത് ചെയ്യും, നമ്മുടെ ആ മൂവ്മെൻറ്റിൻ്റെ സിഗ്നൽ നേരെ വീണ്ടും തിരിച്ച് കോർട്ടെക്സിലേക്ക് തന്നെ പോകും. ഇപ്പം തിരിച്ച് കോർട്ടെക്സിലേക്ക് എത്തി. ഇനി കോർട്ടെക്സിൽ നിന്ന് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, കോർട്ടെക്സിൽ നിന്ന് നേരെ സ്പൈനൽ കോഡിലേക്ക് സിഗ്നൽ പോകും. ഓക്കെ, കോർട്ടെക്സിൽ നിന്നും സ്പൈനൽ കോഡിലേക്ക് സിഗ്നൽ പോകും. അങ്ങനെ സ്പൈനൽ കോഡിൽ എന്തുണ്ടാവും, നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഏത് മസിൽസിലേക്കും എന്തുണ്ട്, ന്യൂറോണിൻ്റെ ഡെലിവറി ഉണ്ട്. അപ്പോൾ എൻ്റെ ഏത് കൈയായിരുന്നു അനക്കേണ്ടത്, വലത്തെ കൈയാണ്. അപ്പോൾ ഈ വലത്തെ കൈയിൻ്റെ മസിൽസിലേക്കുള്ള ന്യൂറോൺ ഉണ്ടാവും. അങ്ങനെ അത് വലത്തെ കൈയിലെ മസിൽസിലെത്തും. ആ മസിൽ എന്താവും, അനങ്ങും. അങ്ങനെയാണ് കൈ അനങ്ങുന്നത്. അതായത് നമ്മുടെ ആ ഒരു കൈ അനക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നാണ്. അത് നേരെ കോർട്ടെക്സിലേക്ക് എത്തും. കോർട്ടെക്സിൽ നിന്ന് ബേസൽ ഗാംഗ്ലിയയിലേക്ക് എത്തുന്നുണ്ട്. ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് നേരെ തലാമസിലേക്ക് പോകും. തലാമസിൽ നിന്ന് നേരെ വീണ്ടും കോർട്ടെക്സിലേക്ക് തിരിച്ചു പോകും. പിന്നെ എന്ത് ചെയ്യും, കോർട്ടെക്സിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക്, നമ്മുടെ സ്പൈനൽ കോഡിലേക്ക് പോകും. സ്പൈനൽ കോഡിൽ നിന്ന് ഏത് മസിലാണോ മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് സിഗ്നൽ പോകും. ഇതൊക്കെ നടക്കുന്നത് എന്താണ്, പെട്ടെന്നാണ് ഇതൊക്കെ നടക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഈ കൈ പൊക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ പൊക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് എന്താണ്, നമ്മൾ കൈ പൊക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ കൈ പൊക്കുന്നില്ല. അപ്പം എന്തായിരിക്കും സംഭവിക്കുക, അത് ബേസൽ ഗാംഗ്ലിയയിലേക്ക് ആ സിഗ്നൽ എത്തിയിട്ടുണ്ടാവില്ല. ആ ടൈമിലാണ് എന്താവില്ല, നമ്മൾ ചിന്തയുണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, അതായത് കൈ പൊക്കണം, പക്ഷെ നമ്മൾ കൈ പൊക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, അത് ബേസൽ ഗാംഗ്ലിയയിൽ നിന്ന് ആ സിഗ്നൽ എന്തായിട്ടില്ല, എക്സിക്യൂട്ട് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്താകുന്നത്, നമ്മുടെ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഡിസീസ് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻറ്റ് ഡിസോർഡറാണ്. അത് നമ്മൾ അതിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇനി ഈ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ്, ഡീറ്റെയിൽ ആക്കുകയാണ്. ഇത് നിങ്ങളുടെ ത്രിപാഠി ബുക്കിലുണ്ട്. അപ്പോൾ ആ സാധനം ആരും ഇതുവരെ നോക്കാത്തൊരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഈ പറഞ്ഞ ഈ ഡയഗ്രാം വരച്ചത് ഞാൻ എന്ത് ചെയ്യുകയാണ്, വേറെ രീതിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഈ പറഞ്ഞ കാര്യം തന്നെ അത് വേറെ രീതിയിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ കോർട്ടെക്സ്, ഇത് കോർട്ടെക്സ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കണേ. ഇത് കോർട്ടെക്സ്. ഓക്കെ, ഇനി അടുത്ത പാർട്ടാണ് കോർട്ടെക്സിൽ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു പോകുന്നത്, നേരെ നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിലേക്കാണ് പോകുന്നത്. ഇത് ബേസൽ ഗാംഗ്ലിയ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ബേസൽ ഗാംഗ്ലിയ അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് തലാമസിലേക്കാണ്. ഇത് തലാമസ് ആണെന്ന് വിചാരിക്കുക. ഇത് തലാമസ്, ഇത് ബേസൽ ഗാംഗ്ലിയ. ഓക്കെ, ഇനി
നമ്മുടെ ഈ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്ട്രയേറ്റം, ഗ്ലോബസ് പൈലഡസ്, അതുപോലെ തന്നെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര, അതൊക്കെ കൂടി ചേർന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ ഭാഗം ഇവിടം വരെ സ്ട്രയേറ്റാണ്, ഇത് സ്ട്രയേറ്റം, ഈ ഭാഗം സ്ട്രയേറ്റം. അതുപോലെ ഈ ഭാഗം എന്താണ്? ഗ്ലോബസ് പൈലഡസ് ആണ്, ഈ ഭാഗം ഗ്ലോബസ് പൈലഡസ് ആണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് അടിയിലോട്ടായിട്ട് ഇവിടെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയും ഉണ്ട്. ഇത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര. ഇങ്ങനെയാണ് നമ്മുടെ ഒരു അറേഞ്ച്മെൻ്റ് ഉള്ളത്. ഇനി നമ്മൾ ന്യൂറോണിൻ്റെ ഇതാണ് പഠിക്കാൻ പോകുന്നത്. കുറച്ചൊരു ഡ്രൈ ആയിരിക്കും, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ന്യൂറോണിൻ്റെ കളികളാണ്. അപ്പം ഈ ഗ്ലോബസ് പൈലഡസിൽ നിന്ന് എന്തുണ്ട്? ന്യൂറോൺ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? നേരെ തലാമസിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഗ്ലോബസ് പൈലഡസിൽ നിന്ന് തലാമസിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോർട്ടക്സിൽ നിന്ന് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? നമ്മുടെ സ്ട്രയേറ്റത്തിലേക്ക് ന്യൂറോൺ പോകുന്നുണ്ട്. കോർട്ടക്സിൽ നിന്ന് സ്ട്രയേറ്റത്തിലേക്ക് പോകും. ഈ ന്യൂറോൺ പറയുന്ന പേരാണ് ഈ പേര് തന്നെ, അതായത് കോർട്ടക്സിൽ നിന്ന് സ്ട്രയേറ്റത്തിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് കോർട്ടിക്കോ സ്ട്രയേറ്റൽ പാത്വേ എന്ന ഈ ഒരു പാത്വേക്ക് പറയാം, കോർട്ടിക്കോ സ്ട്രയേറ്റൽ പാത്വേ. ഇനി ഈ സ്ട്രയേറ്റത്തിൽ നിന്ന് എങ്ങോട്ടേക്ക്? നേരെ ഈ ഗ്ലോബസ് പൈലഡസിലേക്ക് എന്തുണ്ട്? ഒരു പാത്വേ ഉണ്ട്. അതിന് സ്ട്രയേറ്റോ പൈലഡസ് പാത്വേ എന്ന് പറയും. ഓക്കെ, ഈ പേരൊന്നും ആവശ്യമില്ല, ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇനി ഇവിടുന്നും എന്തുണ്ട്? ന്യൂറോൺ ഉണ്ട്. അതായത് തലാമസിൽ നിന്നും നേരെ കോർട്ടക്സിലേക്ക്, അതിന് എന്ത് പറയും? തലാമോ കോർട്ടിക്കൽ പാത്വേ എന്ന് പറയും. ഇനി അതുപോലെ തന്നെ ഈ ഒരു ന്യൂറോണിന് പറയുന്ന പേരാണ് പ്ലൈഡോ തലാമിക് പാത്വേ. ഓക്കെ, അതായത് പ്ലൈഡസിൽ നിന്ന് നേരെ തലാമസിലേക്കുള്ള ആ ഒരു കണക്ഷനാണ് പ്ലൈഡോ തലാമിക് പാത്വേ. ഇങ്ങനെയാണ് പാത്വേ ഉള്ളത്. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രൻ്റെ കാര്യം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട കാര്യം. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആദ്യം തന്നെ നമ്മളെല്ലാം ഇപ്പോൾ എന്താണ്? റെസ്റ്റിലാണ്, ആരും മൂവ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു പാത്വേയിൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂറോണില്ലേ, നമ്മുടെ ഫസ്റ്റ് ന്യൂറോൺ, ഈ ഫസ്റ്റ് ന്യൂറോൺ റിലീസ് ചെയ്യുക ഗ്ലൂട്ടാമേറ്റ് ആണ്. ഫസ്റ്റ് ന്യൂറോൺ റിലീസ് ചെയ്യുന്നത് ഏതാണ്? ഗ്ലൂട്ടാമേറ്റ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലും സെക്കൻഡ് ക്ലാസ്സിലും ഉള്ളവർക്ക് അറിയാൻ പറ്റും, ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലില്ലാത്തവർ എന്ത് ചെയ്യുക? ആ ഫസ്റ്റും സെക്കൻഡും ക്ലാസ് ഒന്ന് കാണാൻ, അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ അയച്ചു തരാം. അപ്പം ഈ ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഇനി ഈ ഒരു ന്യൂറോൺ റിലീസ് ചെയ്യുന്നത് ഗാബയാണ്. ഈ ന്യൂറോൺ റിലീസ് ചെയ്യുന്നത് ഗാബയാണ്. അത് ഞാൻ വേറെ കളർ ഇടാം. ഈ ന്യൂറോൺ റിലീസ് ചെയ്യുന്നത് ഗാബ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ന്യൂറോൺ റിലീസ് ചെയ്യുന്നത് ഗാബയാണ്. എന്നാൽ ഈ ഒരു ന്യൂറോൺ റിലീസ് ചെയ്യുന്നത് അത് ഗ്ലൂട്ടാമേറ്റാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇതിപ്പോൾ ഞാനും നിങ്ങളൊക്കെ എന്താണ്, ഇപ്പോൾ ഒരു മൂവ്മെൻറ്റും ഇല്ല, വെറുതെ നിൽക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ബ്രെയിനിൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളതാണ് പറയുന്നത്. ആ ടൈമിൽ എന്താ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂറോൺ, നമ്മുടെ ഈ ഒരു ന്യൂറോൺ പ്ലൈഡോ തലാമിക് ന്യൂറോൺ എന്താവും? ഓവറായിട്ട് ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ ഓവറായിട്ട് ഫയർ ചെയ്യും. ഈ ഒരു ന്യൂറോൺ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്യും. അങ്ങനെ ഫയർ ചെയ്താൽ എന്തായിരിക്കും നടക്കുക? ഈ തലാമസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഗാബ ഭയങ്കരമായിട്ട് റിലീസ് നടക്കും. ഈ ഒരു ന്യൂറോണിൽ നിന്ന് ഗാബൻ്റെ റിലീസ് എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഗാബ കൂടിയാൽ എന്താ സംഭവിക്കുക? ഗാബ പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്താൽ ഈ ന്യൂറോൺ എന്താ സംഭവിക്കുക? ഗാബ എന്ന് പറയുന്നത് ഒരു ഇൻഹിബിറ്ററി ന്യൂറോണാണ്, ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ന്യൂറോൺ എന്താവും? ഇൻഹിബിറ്റ് ആവും. പിന്നെ അങ്ങോട്ടേക്ക് സിഗ്നൽ പോവില്ല. കാരണം ഇങ്ങോട്ടേക്ക് സിഗ്നൽ പോയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ എന്താ ചെയ്യുക? ഈ ഒരു ന്യൂറോൺ, അതായത് പ്ലൈഡോ തലാമിക് ന്യൂറോൺ എന്ത് ചെയ്യും? ഓവറായിട്ട് ഫയർ ചെയ്യും. അത് കാരണം തലാമസിൽ ഗാബൻ്റെ അളവ് കൂടും. അങ്ങനെ ഗാബ കൂടിയാൽ എന്ത് ചെയ്യും? ഗാബ പോയിട്ട് ഈ ന്യൂറോണെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ന്യൂറോണെ ഇൻഹിബിറ്റ് ചെയ്താൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സിഗ്നൽ പോവില്ല. സിഗ്നൽ പോയില്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ മൂവ്മെൻറ്റ് ഇല്ലാത്തത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം വ്യക്തമായെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇനി മൂവ്മെൻറ്റ് വരുന്നത്? ഓക്കെ, മൂവ്മെൻറ്റ് അതിന്
ഇനി എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത്? മൂവ്മെൻറ്റ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു? പ്രീ ഫ്രണ്ടൽ കോർട്ടക്സിൽ നിന്ന് എന്ത് വരും? സിഗ്നൽ വരും, അത് കോർട്ടക്സിലെത്തും. അപ്പം കോർട്ടക്സിലെത്തിയാൽ എന്ത് ചെയ്യും? ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും, ഈ ന്യൂറോണിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ന്യൂറോൺ ആക്ടിവേറ്റ് ആയാൽ എന്ത് ചെയ്യും? ഇവിടെ ഗ്ലൂട്ടാമേറ്റിൻ്റെ അളവ് കൂടും. ഇനി ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂട്ടാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടാമേറ്റ് പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. ഇവിടെ ബൈൻഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഈ ന്യൂറോൺ എക്സൈറ്റ് ചെയ്യും, ഈ ന്യൂറോൺ ആക്റ്റീവ് ആവും. ഈ ന്യൂറോൺ ആക്റ്റീവ് ആയാൽ ഇവിടെ എന്ത് ചെയ്യും? ഗാബൻ്റെ അളവ് കൂടും. കാരണം എന്താ? ഇത് റിലീസ് ചെയ്യുന്നതാണ് ഗാബ. അപ്പോൾ ഗാബൻ്റെ അളവ് ഇവിടെ കൂടും. അപ്പോൾ ഗാബ എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അപ്പോൾ ഗാബ പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. ഇവിടെ ബൈൻഡ് ചെയ്ത് എന്താ സംഭവിക്കുക? ഈ ന്യൂറോൺ ഇൻഹിബിറ്റ് ആവും. ഈ ന്യൂറോൺ ഇൻഹിബിറ്റ് ആയാൽ ഇവിടെ ഗാബൻ്റെ അളവ് കുറയും. ഇവിടെ ഗാബൻ്റെ അളവ് കുറഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വേറെ എക്സൈറ്റേറ്ററി ന്യൂറോണും ഉണ്ടാവും. എക്സൈറ്റേറ്ററി ന്യൂറോണും ഉണ്ടാവും. അപ്പോൾ ആ എക്സൈറ്റേറ്ററി പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഗാബ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗാബ കുറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഉള്ള എക്സൈറ്റേറ്ററി പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ ആക്റ്റീവ് ആവും. അങ്ങനെ ഇത് ആക്റ്റീവ് ആയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ കോർട്ടക്സിലേക്ക് സിഗ്നൽ എത്തും. അങ്ങനെ കോർട്ടക്സിലേക്ക് സിഗ്നൽ എത്തി അവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് സ്പൈനൽ കോഡിലേക്ക് സിഗ്നൽ പോയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഈ ഒരു പാത്വേക്ക് പറയുന്നതാണ് ഡയറക്റ്റ് പാത്വേ. നമ്മുടെ ശരീരത്തിൽ അതായത് മൂവ്മെൻറ്റ് നടത്തുക 2 പാത്വേ ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് പാത്വേയും ഒന്ന് ഇൻഡയറക്റ്റ് പാത്വേയാണ്. ഈ ഡയറക്റ്റ് പാത്വേ ആണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇൻഡയറക്റ്റ് പാത്വേ എന്ന് പറഞ്ഞാൽ അവിടെ സബ്തലാമസും കൂടി വരുന്നുണ്ടെന്നേ ഉള്ളൂ, അത് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് പാത്വേ. അപ്പോൾ നമ്മളിപ്പോഴും എന്ത് പറഞ്ഞിട്ടില്ല? നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്രാനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്ത് എന്ത് നോക്കാം? എന്താണ് ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര? അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട സാധനം. അപ്പോൾ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്നത് ഒന്നുമില്ല, അത് ബേസൽ ഗാംഗ്ലിയൻ്റെ പാർട്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. അപ്പോൾ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്താ ചെയ്യുന്നത്? ഈ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യുക? ഇനീഷ്യേറ്റ് ചെയ്യുന്നതാണ് ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു എന്ത് ചെയ്യുക? ഈ ഒരു സാധാരണ മൂവ്മെൻറ്റിനെ ഒന്ന് ട്യൂൺ ചെയ്യുക എന്ന് പറയും. അതാണ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്താ ചെയ്യുന്നത്? ആ ബേസൽ ഗാംഗ്ലിയയിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റിനെ ഒന്ന് ട്യൂൺ ചെയ്യുക, ഒന്ന് ഉഷാറാക്കുകയാണ് സംഭവം. അതിന് സബ്സ്റ്റാൻഷ്യ നൈഗ്ര 2 പാർട്ടാണ്. സബ്സ്റ്റാൻഷ്യ നൈഗ്രയ്ക്ക് 2 ഭാഗമുണ്ട്. ആ ഒരു ഭാഗമാണ് പാസ് കമ്പാക്റ്റ എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പാസ് കമ്പാക്റ്റ. അടുത്തൊരു ഭാഗമാണ് പാസ് റെറ്റിക്കുലേറ്റ. ഇനി ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്രയ്ക്ക് ഈ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നൈഗ്ര എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്നാണ്, നീഗ്രോ അതാണ് അർത്ഥം, ബ്ലാക്ക് എന്നാണ്. ബ്ലാക്ക് സബ്സ്റ്റൻസ് ആണ് ഇതിൻ്റെ അർത്ഥം. ഇത് കാണാൻ എന്തായിരിക്കും? നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള മിഡ് ബ്രെയിനിൻ്റെ ഭാഗത്ത് ഡീപ്പർ പാർട്ടിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു കറുത്ത ഒരു പോർഷനാണെന്ത്? ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര. അതിന് 2 പാർട്ടുണ്ട്. ഒന്ന് പാസ് കമ്പാക്റ്റയും ഒന്ന് പാസ് റെറ്റിക്കുലേറ്റയും. ഈ പാസ് കമ്പാക്റ്റയിൽ നിന്ന് ഒരു ന്യൂറോൺ ഉണ്ട്. ന്യൂറോൺ ഒറിജിനേറ്റ് ചെയ്യും. അതെങ്ങോട്ടേക്ക്? നേരെ സ്ട്രയേറ്റത്തിലേക്ക്. ഇതായിരുന്നു സ്ട്രയേറ്റത്തിലേക്ക് ഉള്ള കണക്ഷനാണ്. അപ്പോൾ ഈ ഒരു പാത്വേക്ക് പറയുന്നതാണ് നൈഗ്രോ സ്ട്രയേറ്റൽ പാത്വേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പാത്വേൻ്റെ പേരെന്താണ്? നൈഗ്രോ സ്ട്രയേറ്റൽ പാത്വേ. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാ? ഡോപ്പമിൻ. അതായത് ഈ ഒരു ന്യൂറോൺ റിലീസ് ചെയ്യുക ഏതാണ്? ഡോപ്പമിനാണ്. അപ്പോൾ ഡോപ്പമിൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഡോപ്പമിൻ റിലീസായാൽ ഇവിടെ പോയി ബൈൻഡ് ചെയ്യും, ഈ ന്യൂറോണിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ എന്ത് ചെയ്യും? ഈ ന്യൂറോൺ ആക്റ്റീവ് ആവും. ബാക്കിയൊക്കെ സെയിം. ആക്റ്റീവ് ആയാൽ എന്ത് ചെയ്യും? മൂവ്മെൻറ്റ് ഒന്നുകൂടെ പെട്ടെന്നാവുന്നേ ഉള്ളൂ. ഇപ്പോൾ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിന്ന് സ്ട്രയേറ്റത്തിലേക്ക് ഏത് ന്യൂറോണാണുള്ളത്? ഡോപ്പമിനർജിക് ന്യൂറോൺ. അതായത് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന ന്യൂറോണാണ് ഉള്ളത്. ഡോപ്പമിൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റാൻഷ്യ നൈഗ്രൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? നമ്മുടെ മൂവ്മെൻറ്റിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ട്യൂൺ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ് വരുന്നത്. ഇനി നിങ്ങളുടെ ത്രിപാഠി ബുക്കിലുള്ള ഈ ഒരു റെപ്രസെൻറ്റേഷൻ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ ത്രിപാഠി ബുക്കിലുള്ള റെപ്രസെൻറ്റേഷൻ. ഈ പറഞ്ഞ കാര്യം തന്നെയാണിത്. ഇതിൽ ഡയറക്റ്റ് പാത്വേയും കാണിക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് പാത്വേയും കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ.
അതായത് നമ്മുടെ ഈ മോട്ടോർ കോർട്ടക്സ് എന്ന് പറഞ്ഞാൽ കോർട്ടക്സ് തന്നെയാണ്. അപ്പോൾ ആ കോർട്ടക്സിൽ നിന്ന് എന്തുണ്ട്, സിഗ്നൽ പോവും. എങ്ങോട്ടേക്കായിരുന്നു സിഗ്നൽ പോകുന്നത്? നമ്മുടെ ബേസൽ ഗാംഗ്ലിയയിലെ സ്ട്രയാറ്റത്തിലേക്ക്. കണ്ടോ, ഈ ഒരു ഈ ഭാഗം അതാണ് സ്ട്രയാറ്റം. കണ്ടില്ലേ, സ്ട്രയാറ്റം റെഡ് ഭാഗമാണ് സ്ട്രയാറ്റം. ഓക്കെ, അപ്പം കോർട്ടക്സിൽ നിന്ന് സ്ട്രയാറ്റത്തിലേക്ക് ന്യൂറോൺ പോകുന്നുണ്ട്. അത് ഏതായിരുന്നു ന്യൂറോൺ? അത് ഗ്ലൂട്ടാമേറ്റാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്ലൂട്ടാമേറ്റ് എന്ന് ഇട്ടത്. ഇനി സ്ട്രയാറ്റത്തിൽ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു പോകുന്നത്? നേരെ ഗ്ലോബസ് പ്ലൈഡസിലേക്കാണ് പോകുന്നത്. അതാണ് ഇവിടെ GP1 എന്നിട്ടത്, ഗ്ലോബസ് പ്ലൈഡസ്. ഓക്കെ, അവിടുന്ന് അടുത്ത ന്യൂറോൺ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇവിടെ എൻഡ് ചെയ്ത് ഇവിടെ ഏതായിരുന്നു റിലീസ് ചെയ്യുന്നത്? അത് ഗാബയാണ്. ഓക്കെ, ഇനി ഗ്ലോബസ് പ്ലൈഡസിൽ നിന്നും എങ്ങോട്ടേക്ക്? തലാമസിലേക്ക്. കണ്ടില്ലേ, നേരെ ഇങ്ങോട്ടേക്ക് തലാമസിലേക്ക്. ഇവിടെയാണ് തലാമസിൽ ഏതാ റിലീസ് ചെയ്യുന്നത്? അത് ഗാബയാണ്. ഇനി തലാമസിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? നേരെ വീണ്ടും കോർട്ടക്സിലേക്ക്. അത് ഗ്ലൂട്ടാമേറ്റാണ്. ഇനി കോർട്ടക്സിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? കണ്ടില്ലേ, സ്പൈനൽ മോട്ടോർ ന്യൂറോണിലേക്ക്. ഇതാണ് ഡയറക്റ്റ് പാത്വേ. ഇൻഡയറക്റ്റ് പാത്വേ നിങ്ങൾ മൈൻഡാക്കണ്ട. ഇനി ഇപ്പുറം ഈ SNPC എന്നിട്ടതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ SNPCൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കമ്പാക്റ്റ് ആണ്. ഈ ബ്ലാക്ക്, അതായത് ബ്രൗണിഷ് കളർ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലെ പാസ് കമ്പാക്റ്റ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അത് ചെയ്യുന്ന എന്താണ്? അവിടുന്ന് ഡോപ്പമിൻ ന്യൂറോൺ നേരെ എങ്ങോട്ടേക്ക്? സ്ട്രയാറ്റത്തിലേക്ക് പോകുന്നതാണ്. ഈ ഒരു പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത് വേറെ രീതിയിൽ. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ ഉള്ളത്. അവിടെ വേറൊരു രീതിയെന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ എന്ത് ചെയ്തതാണ്? കുറച്ചുകൂടെ ഒന്ന് ഈസി ആക്കിയതാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രീതി പഠിച്ചാൽ മതി. കാരണം ഇതാണ് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പം. മറ്റേത് കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ത്രിപാദിയുള്ള ആ കാര്യവും നമ്മൾ പഠിച്ചത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് കൺട്രോൾ ആവുന്നത് എന്നുള്ളതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺസെപ്റ്റ് വരുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററാണ് പാർക്കിൻസോണിസം. അപ്പോൾ പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എന്തായിരിക്കും? ഈസി ആയിരിക്കും. ആ കൺസെപ്റ്റ് മനസ്സിലായവർക്കൊക്കെ എന്തായിരിക്കും? ചാപ്റ്റർ സിമ്പിളായിരിക്കും. അപ്പോൾ പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. എന്ന് പറഞ്ഞാൽ ന്യൂറോൺസിനെ ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ന്യൂറോളജിക്കൽ ഡിസോർഡർ. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞ ഭാഗത്തുള്ള പാസ് കമ്പാക്റ്റ, അവിടെയുള്ള പാസ് കമ്പാക്റ്റ റീജിയനിലുള്ള ഡോപ്പമിൻ ന്യൂറോൺ എന്താവുക? ഡെഡായി പോവുക, അതായത് നശിച്ചു പോവുക. സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള പാസ് കമ്പാക്റ്റയിലുള്ള ആ ഒരു ഡോപ്പമിൻ ന്യൂറോൺ എന്തായി പോവുക? നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ന്യൂറോണില്ലേ, ഈ ന്യൂറോൺ അത് ഡെഡാവുക. അത് ഡെഡായാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ എന്തായിരുന്നു സബ്സ്റ്റാൻഷ്യ നൈഗ്രൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്? ആ ഒരു മൂവ്മെൻറ്റിനെ കിക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ ഒന്ന് ഉഷാറാക്കുന്നതായിരുന്നു. അപ്പോൾ ആ ന്യൂറോൺ ഡെഡായാൽ എന്താ സംഭവിക്കുക? മൂവ്മെൻറ്റ് എന്താവില്ല, സ്മൂത്ത് ആവില്ല, അല്ലെങ്കിൽ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള അസുഖമാണ് പാർക്കിൻസൺ ഡിസീസ്. അതുകൊണ്ട് തന്നെ ഇതൊരു മോട്ടോർ ഡിസോർഡറാണ്. മോട്ടോർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതായത് മൂവ്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം എന്താ? സബ്സ്റ്റാൻഷ്യ നൈഗ്ര മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതാണ്. അവിടെയുള്ള ന്യൂറോൺ നശിച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് ആവില്ല. ഓക്കെ, ഇപ്പോൾ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള പാസ് കമ്പാക്റ്റയിലുള്ള ഡോപ്പമിൻ ന്യൂറോണിൻ്റെ ഡെത്ത് കാരണം നമ്മുടെ മൂവ്മെൻറ്റിന് ബാധിക്കുന്ന ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് വയസ്സന്മാരിലാണ് കാണിക്കുക. കാരണം ഏജ് ആവും തോറും എന്ത് ചെയ്യും? ആ ന്യൂറോൺ ഡെഡാവും. അതുകൊണ്ടാണ് വയസ്സന്മാർ കാണിക്കുന്നത്. എന്നാൽ ഇത് യങ്ങർ ആളുകളിൽ കാണിക്കും. യങ്ങർ ആളുകളിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ ചില ഡ്രഗ്സ് ഉണ്ട്, ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ്സ്. അതായത് അത് നമ്മൾ നാളെ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ്. അത് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അത് നാളെ ഇപ്പം പഠിച്ചാൽ കൺഫ്യൂഷനാവും. ഓക്കെ, അപ്പോൾ ആ ഡ്രഗ് എടുത്താൽ എന്ത് ചെയ്യും? ആ ഡ്രഗ് എടുത്തത് കൊണ്ട് ഈ പാർക്കിൻസൻ്റെ സിംറ്റംസ് കാണിക്കാറുണ്ട്. ഓക്കെ, അത് ഞാൻ നാളെ ക്ലിയർ ആക്കി തരാം. അപ്പം
അത്രയാണ് എന്ത് വരുന്നത്, ഈ ഒരു ഡിസീസിൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. ഇപ്പോൾ ഡിസീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള ആ ഒരു ന്യൂറോൺ ഡെഡാവുന്നത് കാരണം എന്ത്, നമുക്ക് മൂവ്മെൻറ്റിൽ വരുന്ന ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിഫിക്കൽറ്റി ഒക്കെയാണ് ഈ പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. നമ്മുടെ സ്ട്രയേറ്റത്തിൽ, അതായത് ഈ സ്ട്രയേറ്റത്തിൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററും കൂടെ ഉണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റൈൽ കോളിൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അസറ്റൈൽ കോളിൻ. ഇത് നിങ്ങളുടെ ത്രിപാഠി ബുക്കിൽ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ ACH എന്ന് കണ്ടത് അസറ്റൈൽ കോളിനും ഉണ്ട്, സ്ട്രയേറ്റത്തിൽ ആരും ഉണ്ട്, അസറ്റൈൽ കോളിൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ഒരു സ്ട്രയേറ്റത്തിൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബേസൽ ഗാംഗ്ലിയയിൽ എങ്ങനെ പറയാം, നമുക്ക് അതൊരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഏത് ഡോപ്പമിനും അസറ്റൈൽ കോളിനും, ഡോപ്പമിനും അതുപോലെ ഈ അസറ്റൈൽ കോളിനും എന്താണ്, ഒരു ബാലൻസിങ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പാർക്കിൻസൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡോപ്പമിൻ്റെ അളവ് കുറയുക അല്ലേ. ഡോപ്പമിൻ ന്യൂറോൺ നശിച്ചാൽ ഡോപ്പമിൻ്റെ അളവ് കുറയും. അങ്ങനെ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞാൽ എന്താണ്, ഇതിനെ ഒപ്പോസ് ചെയ്യാൻ ആരില്ല, ഡോപ്പമിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ അസറ്റൈൽ കോളിൻ്റെ അളവ് കൂടുന്ന പോലെ ആയിപ്പോവും അല്ലേ. അങ്ങനെ അസറ്റൈൽ കോളിൻ്റെ അളവ് കൂടിയാൽ എന്തുണ്ടാവും, ട്രിമർ ഉണ്ടാവും. ട്രിമർ എന്ന് പറഞ്ഞാൽ ഈ വിറയൽ, നിങ്ങൾക്ക് നോക്കിയാൽ പറ്റും, ഈ വയസ്സന്മാർക്കൊക്കെ ഒരു വിറയലുണ്ടാകുന്നില്ലേ, അത് മെയിനായിട്ട് ഇതാണ് കാരണം. അപ്പോൾ ഈ പാർക്കിൻസൺ ഉള്ള പേഷ്യൻസിന് എന്തായിരിക്കും, ഭയങ്കര വിറയലായിരിക്കും. അതായത് കയ്യും കാലൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കും. അത് കാരണം എന്താണ്, അത് അസറ്റൈൽ കോളിൻ്റെ അളവ് കൂടുന്നതല്ല, അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുണ്ടാവില്ല, ഡോപ്പമിൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് വരുന്നത്, ആ ഒരു ട്രിമർ വരുന്നത്. അപ്പം നമ്മൾ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഡ്രഗ്സാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ ഡ്രഗ്സ് പഠിക്കാൻ സിമ്പിളാണ്. ഇത് അറിഞ്ഞ ആൾക്കാർക്ക് എന്തായിരിക്കും, സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കോസ് എന്താണ്, ഒന്ന് ഡോപ്പമിൻ്റെ അളവ് കുറയാൻ കാരണം എന്താ, ഡോപ്പമിൻ ന്യൂറോൺ നശിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഡ്രഗ് എന്തായിരിക്കും ചെയ്യുക, ഡ്രഗ് രണ്ട് മെക്കാനിസം ഉള്ളത്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ ഡോപ്പമിൻ്റെ അളവ് കൂട്ടുക. ഓക്കെ, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എന്താണ്, അസറ്റൈൽ കോളിൻ്റെ അളവ് കുറയ്ക്കുക. അസറ്റൈൽ കോളിൻ്റെ അളവ് കുറച്ചാൽ എന്തായിരിക്കും, ട്രിമർ കുറയും, അത് വിറയൽ കുറയും. ഓക്കെ, ഡോപ്പമിൻ്റെ അളവ് കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ സിംറ്റംസൊക്കെ മാറും. ഇത് ഒരിക്കലും ട്രീറ്റ് ചെയ്താൽ ക്യൂറാവുന്ന ഡിസീസല്ല, ഇതിൻ്റെ സിംറ്റംസേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതാണ് പാർക്കിൻസൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്താ, ഒന്നെങ്കിൽ ഡോപ്പമിൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അസറ്റൈൽ കോളിൻ്റെ അളവ് കുറയ്ക്കുക. അസറ്റൈൽ കോളിൻ്റെ അളവ് കുറയ്ക്കുന്ന ഡ്രഗ്സിന് ആൻറ്റി കോളിനേജിക്സ് എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് വരുന്നത്, പാർക്കിൻസൺസിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കാം, ഡ്രഗ്സിലേക്ക് കിടക്കുകയാണ്. ഇനിയാണ് നിങ്ങൾക്ക് വേണ്ട മെയിൻ ഏരിയ കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുകയാണ്, ആ ഒരു ഡോപ്പമിൻ ന്യൂറോണിനെ ഞാനൊന്ന് വലുതാക്കി വരയ്ക്കുകയാണ്. ഇത് ഡോപ്പമിൻ ന്യൂറോണിൻ്റെ എൻഡാണെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ ആര് റിലീസായിട്ടുണ്ടാവും, ഇവിടെ ഡോപ്പമിൻ വെസിക്കിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഡോപ്പമിനെ നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. ഈ വെസിക്കിളിൽ ആരുണ്ട്, ഡോപ്പമിൻ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഡോപ്പമിനാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഡോപ്പമിൻ ന്യൂറോണിൽ ഉണ്ടാകുന്നത്, ഇത് നിങ്ങൾക്ക് ഹ്യൂമറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞിട്ട് ലാസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിയാവും. അതുകൊണ്ടാണ് ഞാനത് ഫസ്റ്റ് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമറൽ ട്രാൻസ്മിഷനാണ് ഞാനിപ്പം പറയുന്നത്. എന്തിൻ്റെ, ഡോപ്പമിൻ്റെ ഹ്യൂമറൽ ട്രാൻസ്മിഷനാണ് ഞാനിപ്പം പറയുന്നത്. അപ്പോൾ ഡോപ്പമിൻ ഉണ്ടാകുക എന്ന് പറയുന്നത് ടൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ്, ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നിന്നും ടൈറോസിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് ന്യൂറോണിൻ്റെ ഉള്ളിലേക്ക് കയറും. ഈ ടൈറോസിൻ എന്തായിട്ട് മാറും, ലീവോഡോപ്പയായിട്ട് മാറും. ലീവോഡോപ്പ.
ഈ ലീവോഡോപ്പ എന്തായിട്ട് മാറും? ഡോപ്പമിനായിട്ട് മാറും. എന്നിട്ട് അത് എങ്ങോട്ടേക്ക്? വെസിക്കിളിൽ സ്റ്റോർ ചെയ്യും. ഇതൊക്കെ ഒരു എൻസൈമാണ് മാറ്റുക. ഓക്കെ, ഇവിടെ ടൈറോസിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ് ടൈറോസിനെ ലീവോഡോപ്പയാക്കി മാറ്റുന്നത്. ഇനി ലീവോഡോപ്പന ഡോപ്പമിനാക്കി മാറ്റുന്നത് എന്താണ്? ഡി കാർബോക്സിലേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഓക്കെ, ഡി കാർബോക്സിലേസ്. അപ്പം എന്തായി? എങ്ങനെയാണ് ഡോപ്പമിൻ ഉണ്ടാവുന്നത് എന്നാണ് പറഞ്ഞത്. ഡോപ്പമിൻ എങ്ങനെയാണ് ഉണ്ടാവുക? ടൈറോസിനിൽ നിന്ന് ലീവോഡോപ്പയായിട്ട് മാറും, ലീവോഡോപ്പയിൽ നിന്ന് ഡോപ്പമിനായിട്ട് മാറും. എന്നിട്ട് ആ ഡോപ്പമിൻ വെസിക്കിളിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഡോപ്പമിന് അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ വന്നാൽ അല്ലെങ്കിൽ ഈ ന്യൂറോൺ ആക്റ്റീവ് ആയാൽ എന്ത് ചെയ്യും? ഇവിടെ ഈ സിനാപ്സിലേക്ക് ഡോപ്പമിനെ റിലീസ് ചെയ്യും. ഓക്കെ, സിനാപ്സിലേക്ക് റിലീസ് ചെയ്യും. ഇനി അടുത്ത കാര്യം, ഇവിടെ റിലീസ് ചെയ്താൽ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇതൊക്കെ ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷനാണ്. ഇനി റിലീസായാൽ എന്ത് ചെയ്യണം? ഇവിടെ തൊട്ടടുത്ത ന്യൂറോൺ ഉണ്ടാവും. ഓക്കെ, ഇവിടെ അടുത്ത ന്യൂറോൺ ഉണ്ട്. ആ ന്യൂറോണിൽ എന്തുണ്ടാവും? ഡോപ്പമിൻ്റെ റിസപ്റ്റർ ഉണ്ടാവും. ഡോപ്പമിൻ്റെ റിസപ്റ്റർ. അപ്പോൾ ഡോപ്പമിൻ എന്താ ചെയ്യുക? ഡോപ്പമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും. എന്നിട്ട് ബൈൻഡ് ചെയ്തിട്ടോ ഇവിടെ അതിൻ്റെ ആക്ഷൻ കാണിക്കും. അതിൻ്റെ ആ ഒരു ആക്ഷൻ കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ശരിക്കും നടക്കുന്നത്. ഇനി അതുപോലെ തന്നെ എന്തും നടക്കുന്നുണ്ട്? ഈ ഡോപ്പമിൻ തിരിച്ച് ഈ ന്യൂറോണിലേക്ക് തന്നെ തിരിച്ച് കയറും. ഡോപ്പമിൻ എന്ത് ചെയ്യും? തിരിച്ച് ന്യൂറോണിലേക്ക് തന്നെ തിരിച്ച് കയറും. ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ടാവും. ട്രാൻസ്പോർട്ടർ വഴി ഉള്ളിൽ കയറും. എന്നിട്ട് വീണ്ടും വെസിക്കിളിൽ സ്റ്റോർ ആവും. അങ്ങനെ റീ അപ്ടേക്ക് നടക്കുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് നിങ്ങൾ അടുത്ത ഇമ്പോർട്ടൻ്റായിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്, നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ട്? ഗ്ലിയാ സെല്ലുണ്ട്. ഓക്കെ, ന്യൂറോണിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഗ്ലിയാ സെല്ലുണ്ട്. ഇപ്പം ഇവിടെ ഇതൊരു ഗ്ലിയാ സെല്ലാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോപ്പമിൻ ഗ്ലിയാ സെല്ലിലേക്ക് കയറും. ഗ്ലിയാ സെല്ലിൽ 2 എൻസൈം ഉണ്ട്. ഗ്ലിയാ സെല്ലിൽ ആരുണ്ട്? 2 ആൾക്കാരുണ്ട്. ആ 2 ആൾക്കാർ എന്തിന് നിൽക്കുകയാണ്? ഡോപ്പമിനെ കില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ 2 ആൾക്കാർ ഡോപ്പമിനെ എന്താക്കി മാറ്റും? അതിനെ കില്ല് ചെയ്താൽ, അതിനെ കൺവേർട്ട് ചെയ്താൽ. ആ ആൾക്കാരെ പേരാണ് ഒന്ന് മാओ ബി, രണ്ടാമത്തേത് COMT. മാओ ബിയും രണ്ടാമത്തെ ആളാണ് COMT അല്ലെങ്കിൽ കോംടി എന്നൊക്കെ പറയാം. ഇതെന്താ ചെയ്യുന്നത്? ഡോപ്പമിനെ വേറെ ഫോമിലേക്ക് മാറ്റിക്കളയും, കൺവേർട്ട് ചെയ്താളും. അപ്പോൾ എന്ത് ചെയ്യും? അതായത് ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്ന ആൾക്കാരാണ് മാओ ബിയും കോംടിയും. അത് അറിഞ്ഞു വെച്ചാൽ മതി. മാओ ബിയും കോംടി എന്താ ചെയ്യുന്നത്? ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ്. നിങ്ങൾക്കിത് കൂടുതൽ പഠിക്കണമെങ്കിൽ ത്രിപാദിയിലുണ്ടാവും എന്തായിട്ടാണ് അത് കൺവേർട്ട് ചെയ്യാന്ന്. നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. എന്താണ്? ലാസ്റ്റ് ഇത് കൺവേർട്ടായിട്ട് പോവുക. ഏറ്റവും അവസാനം HVA ആയിട്ടാണ് മാറുക. ഡോപ്പമിൻ ലാസ്റ്റ് എന്തായിട്ടാണ് മാറുക? HVA. ഓക്കെ, അതങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. HVA, ഹോമോ വനിലിക് ആസിഡ്. വനില ആലോചിച്ചാൽ മതി. ഓക്കെ, ഹോമോ വനിലിക് ആസിഡായിട്ടാണ് മാറ്റുക. ആര്? മാओ ബിയും കോംടിയും എന്താ ചെയ്യുന്നത്? ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്ന ആൾക്കാരാണ് മാओ ബിയും കോംടിയും. ഇതൊക്കെ ബ്രെയിനിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം എന്താണ് നമ്മുടെ അസുഖം? എന്താ? പാർക്കിൻസോണിസം എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറയുക. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡോപ്പമിൻ ഡ്രഗായിട്ട് കൊടുത്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. കാരണം എന്താ? ഡോപ്പമിൻ ഡ്രഗായിട്ടുണ്ട്. അപ്പോൾ ആ ഡോപ്പമിൻ കൊടുത്താൽ ഈ പാർക്കിൻസോണിസത്തിൽ നിന്നും ക്യൂർ ആയിക്കൂടെ? ക്യൂറല്ല, സിംറ്റംസ് മാറിക്കൂടെ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഡോപ്പമിൻ ഡ്രഗായിട്ട് കൊടുത്താൽ കാര്യം ഉണ്ടാവില്ല. കാരണം എന്താ? നമുക്ക് ഈ ബ്ലഡിനും ബ്രെയിനിനും ഇടയിലൊരു ബാരിയർ ഉണ്ട്. അതിനാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയും. ഇതാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, ഇപ്പുറം ബ്ലഡാണ്, ഇപ്പുറം ബ്രെയിനാണ്. ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ബാരിയറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഡ്രഗ് എവിടെ എത്തും? ഈ ബ്ലഡിലുണ്ടാവും. അപ്പോൾ ഈ ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യണം? ബ്രെയിനിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് ബ്രെയിനിലുള്ള എഫക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, ബ്ലഡിൽ നിന്ന് ബ്രെയിനിലേക്ക് പോയാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് ആ ഒരു ഡ്രഗിനെ കൊണ്ടുള്ള എഫക്റ്റ് കിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ഡോപ്പമിൻ കഴിച്ചാൽ, ഡോപ്പമിൻ ഡ്രഗായിട്ട് എടുത്താൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല. ഓക്കെ, ഡോപ്പമിന് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തുകൂടാ? നമുക്ക് ഡ്രഗായിട്ട് ഡോപ്പമിൻ കൊടുത്തുകൂടാ. അപ്പം ഡോപ്പമിൻ ഡ്രഗായിട്ട് കൊടുത്തുകൂടാ. അപ്പം എന്ത് ചെയ്ത് നമ്മുടെ
സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്ത് ലീവോഡോപ്പ കൊടുത്തു നോക്കും. ഓക്കെ, ലീവോഡോപ്പ കൊടുത്തു നോക്കി. ലീവോഡോപ്പയ്ക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഇത് ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലീവോഡോപ്പ എന്താവുന്നുണ്ട്? ഇത് സിമ്പിളായിട്ട് ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ലീവോഡോപ്പ ക്രോസ് ചെയ്താലുള്ള ഉപകാരം എന്താ? ലീവോഡോപ്പ ബ്രെയിനിലെത്തും. ബ്രെയിനിലെത്തിയാൽ അത് ന്യൂറോണിലേക്ക് കയറും. ന്യൂറോണിലേക്ക് കയറിയാൽ അതെന്താവും? ഡോപ്പമിനായിട്ട് മാറും. ഡോപ്പമിനായിട്ട് മാറിയാൽ ഡോപ്പമിൻ്റെ അളവ് കൂടി ആണല്ലോ. അപ്പോൾ ലീവോഡോപ്പ ഡ്രഗായിട്ട് കൊടുക്കാം. എന്നാൽ ലീവോഡോപ്പക്കും കുഴപ്പമുണ്ട്. അതായത് ലീവോഡോപ്പ നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. ലീവോഡോപ്പ നമ്മളിപ്പോൾ ടാബ്ലറ്റ് ആക്കി എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എവിടെ എത്തും? ബ്ലഡിലെത്തും. ബ്ലഡിലെത്തിയാൽ അത് ബ്രെയിനിൽ കയറിയാലാണ് നമുക്ക് എഫക്റ്റ് കിട്ടുള്ളൂ. എന്നാൽ ബ്രെയിനിലേക്ക് കയറുന്നത് മുന്നേ എന്ത് ചെയ്യും? ലീവോഡോപ്പനെ കില്ല് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഓക്കെ, പുറത്ത്, അതായത് ബ്രെയിനിൻ്റെ പുറത്ത്, അതായത് ബ്ലഡിൽ എന്തുണ്ട്? ആൾക്കാരുണ്ട്. ഓക്കെ, ആ ആൾക്കാരെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ച അതേ ആൾക്കാർ. നേരത്തെ മാവോ ബിയും കോംറ്റിയാണ്. ഇവിടെ കോംറ്റി ഉണ്ട്, പിന്നെ മാവോ ബി അല്ല, പകരം ആരാണ്? പെരിഫറൽ ഡി കാർബോക്സിലേസ് എന്ന് പറയും. പെരിഫറൽ ഡി കാർബോക്സിലേസ് എന്ന് പറഞ്ഞാൽ എൻസൈം. പെരിഫറൽ എന്ന് ഉദ്ദേശം എന്താണ്? ബ്രെയിനിൻ്റെ പുറത്തുള്ള ഡി കാർബോക്സിലേസ് ആണ്. ഓക്കെ, പെരിഫറൽ ഡി കാർബോക്സിലേസ്. ഈ രണ്ടാൾക്കാർ എന്ത് ചെയ്യും? ഈ ലീവോഡോപ്പന എന്ത് ചെയ്താലും നശിപ്പിച്ച് കളയും. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അപ്പം കോംറ്റി എന്ത് ചെയ്യുന്നുണ്ട്? കോംറ്റി ബ്രെയിനിൻ്റെ ഉള്ളിലും ഡോപ്പമിനെ നശിപ്പിക്കുന്നുണ്ട്, ബ്രെയിനിൻ്റെ പുറത്ത് ലീവോഡോപ്പന നശിപ്പിക്കുന്നുണ്ട്. ഓക്കെ, മാവോ ബി എന്ത് ചെയ്യുന്നുണ്ട്? ബ്രെയിനിൻ്റെ ഉള്ളിൽ ഡോപ്പമിനെ നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ പെരിഫറൽ ഡീകാർബോക്സിലേസ് എന്ത് ചെയ്യുന്നുണ്ട്? ലീവോഡോപ്പന പുറത്ത് വെച്ചിട്ട് നശിപ്പിക്കുന്നുണ്ട്. ഇത്രയും കോംറ്റിയും പെരിഫറൽ ഡീകാർബോക്സിലേസും മാവോ ബിയും എന്താണ്? ഡോപ്പമിനെ നശിപ്പിക്കുന്നതാണെന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഡ്രഗ്സ് പഠിക്കാൻ നിങ്ങൾക്ക് സിമ്പിളാണ്. അപ്പോൾ ഡ്രഗ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കിയോ. നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ഡ്രഗാണ് ലീവോഡോപ്പ. ഫസ്റ്റ് ഡ്രഗ് ഏതാണ്? ലീവോഡോപ്പ. അപ്പോൾ ലീവോഡോപ്പയ്ക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണ്? ലീവോഡോപ്പ എന്താവുന്നുണ്ട്? ഇവിടുന്ന് മെറ്റബോളിസം നടക്കുന്നുണ്ട്. ആ നടത്തുന്നത് ആരാണ്? കോംറ്റീവ് ആണ്. പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്ററാണ്. അപ്പോൾ ലീവോഡോപ്പ കഴിക്കുന്ന നേരം സിംഗിളായിട്ടല്ല കഴിക്കുക. ഒന്നുകിൽ ഈ പെരിഫറൽ ഡീകാർബോക്സിലേസിനെ നശിപ്പിക്കുന്ന ഡ്രഗ് ഉണ്ട്. ഓക്കെ, പെരിഫറൽ ഡീകാർബോക്സിലേസിനെ നശിപ്പിക്കുന്ന ഡ്രഗ്, അതുപോലെ തന്നെ കോംറ്റിനെ നശിപ്പിക്കുന്ന ഡ്രഗ്. ഈ രണ്ട് ഡ്രഗിൻ്റെയും കൂടെയാണ് എന്ത് കഴിക്കുക? ലീവോഡോപ്പ കഴിക്കുക. അങ്ങനെ കഴിച്ചാൽ ഉപകാരം എന്താ? നമുക്ക് ലീവോഡോപ്പ അവിടെ എന്തുണ്ടാവും? അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഉള്ളിലേക്ക് കയറും. ഉള്ളിൽ കയറിയാൽ നമുക്ക് ഡോപ്പമിൻ്റെ അളവ് കൂട്ടാം. ഓക്കെ, അപ്പം ഇങ്ങനെ പെരിഫറൽ ഡീകാർബോക്സിലേസിനെ കില്ല് ചെയ്യുന്ന ഡ്രഗിന് പറയുന്നതാണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. ആ വരുന്ന ക്ലാസ് ഓഫ് ഡ്രഗാണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. അപ്പോൾ ഇതിൽ ആൻറ്റി പാർക്കിൻസോണിസം ഡ്രഗിൽ ആദ്യത്തെ ക്ലാസ് ഓഫ് ഡ്രഗാണ് ലീവോഡോപ്പ. ഓക്കെ, ലീവോഡോപ്പ. രണ്ടാമത്തെ ക്ലാസ് ഓഫ് ഡ്രഗാണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. ഇനി മൂന്നാമത്തേതാണ് കോംറ്റി ഇൻഹിബിറ്റർ. മൂന്നാമത്തെ ക്ലാസ് ഓഫ് ഡ്രഗാണ് കോംറ്റി ഇൻഹിബിറ്റർ. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കോഡ് വെച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലീവോഡോപ്പയായി, പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്ററായി, കോംറ്റി ഇൻഹിബിറ്ററായി. ഇനി അടുത്ത ഡ്രഗാണ്, അതിൻ്റെ കളർ മാറ്റാം, മാവോ ബി ഇൻഹിബിറ്റർ. മാവോ ബീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. മാവോ ബീനെ ഇൻഹിബിറ്റ് ചെയ്താൽ ഡോപ്പമിൻ്റെ അളവ് കൂടും. ഡോപ്പമിൻ്റെ അളവ് കൂടിയാൽ നമുക്ക് എന്താണ്? യൂസ്ഫുള്ളാണ്. അപ്പോൾ മാവോ ബി ഇൻഹിബിറ്ററാണ് അടുത്ത ക്ലാസ് ഓഫ് ഡ്രഗ്. അടുത്ത ക്ലാസ് ഓഫ് ഡ്രഗാണ് കോംറ്റി ഇൻഹിബിറ്റർ. ഓക്കെ, ഇത്രയാണ് എന്ത് വരുന്നത്? ഡ്രഗ് വരുന്നത്. ഇനി രണ്ട് ഡ്രഗും കൂടെ ഉണ്ട്. അതിലെ ഒരു ഡ്രഗാണ് എമൻഡാഡിൻ. എമൻഡാഡിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി വൈറൽ ഡ്രഗാണ്. ഇതിൻ്റെ എങ്ങനെയാണ് പാർക്കിൻസോണിസത്തിൽ ഇത് എഫക്റ്റ് ആകുന്നുള്ളത് ഇപ്പം കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ മെക്കാനിസം അൺനോൺ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, എമൻഡാഡിൻ അത് ആൻറ്റി വൈറൽ ഡ്രഗാണ്. പക്ഷേ അത് എന്താവുന്നുണ്ട്? പാർക്കിൻസോണിസത്തിൻ്റെ സിംറ്റംസ് എന്താവുന്നുണ്ട്? കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നൊരു തിയറി എന്ന് പറഞ്ഞാൽ അത് ഡോപ്പമിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്, ഡോപ്പമിനെ സഹായിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഡോപ്പമിൻ ഫെസിലിറ്റേറ്റർ എന്നാണ് എമൻഡാഡിനെ പറയുന്നത്. ഇനി അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? സബ്സ്റ്റാൻഷ്യ നൈഗ്രയിലുള്ള ന്യൂറോണ് നശിച്ചു പോകുന്നതാണ് എന്ത്? ഈ ഒരു അസുഖം എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ ഡ്രഗൊക്കെ കൊടുക്കുന്നത് എന്താണ്? ഡോപ്പമിൻ്റെ അളവ് കൂടാനാണ്. അതായത് നമ്മുടെ ഈ ഒരു സാധനം ഡോപ്പമിൻ്റെ അളവ് കൂടാനാണ്. എന്നാൽ ഈ ഒരു ന്യൂറോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ പാർക്കിൻസോണിസം പേഷ്യൻറ്റിൽ എന്താവുന്നുണ്ട്? ഡോപ്പമിന് എന്താവുന്നുണ്ട്? നശിച്ചു പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഡ്രഗ്സൊക്കെ എന്താണ്? ശരിക്കും
കറക്റ്റ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള ഡ്രഗ്സാണ് ഡോപ്പമിൻ്റെ അതേ ആക്ഷൻ കാണിക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ മിമിക്കിങ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഡോപ്പമിൻ അഗണിസ്റ്റ് എന്ന് പറയും. ഡോപ്പമിൻ അഗണിസ്റ്റ്. അപ്പോൾ ഡോപ്പമിൻ അഗണിസ്റ്റ് എന്താ ചെയ്യുക, അത് ഡോപ്പമിൻ്റെ അതേ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആവും. അതെന്ത് ചെയ്യും, നേരെ പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എഫക്റ്റ് നൽകും. അതാണ് ഡോപ്പമിൻ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്സ്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മളെ ക്ലാസ് ഓഫ് ഡ്രഗ്സ് വരുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണ്. ആദ്യത്തേത് ലീവോഡോപ്പ. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡോപ്പമിൻ പ്രീക്കേഴ്സറാണ്. പ്രീക്കേഴ്സർ എന്ന് പറഞ്ഞാൽ എന്താ, ലീവോഡോപ്പയിൽ നിന്നാണ് ഡോപ്പമിൻ ഉണ്ടാകുന്നത്. അതായത് ഡോപ്പമിൻ ഉണ്ടാവുന്ന സാധനം, അതിനാണ് ഡോപ്പമിൻ പ്രീക്കേഴ്സർ എന്ന് പറയുന്നത്. അപ്പം ഡോപ്പമിൻ പ്രീക്കേഴ്സറിൽ വരുന്ന ഡ്രഗാണ് ലീവോഡോപ്പ. പിന്നെ വരുന്ന ഡ്രഗാണ് പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. രണ്ടാമത്തെ ക്ലാസ് ഓഫ് ഡ്രഗാണ് കോംടി ഇൻഹിബിറ്റർ. മൂന്നാമത്തെ ക്ലാസ് ഓഫ് ഡ്രഗാണ് മാവോബി ഇൻഹിബിറ്റർ. നാലാമത്തേതാണ് ഈ അമെൻഡാഡിൻ. അഞ്ചാമത്തേതാണ് ഡോപ്പമിൻ അഗണിസ്റ്റ്. ഇത്രയും ഡ്രഗ്സാണ് വരുന്നത്. ഇത് ഡോപ്പമിനിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് ഡോപ്പമിൻ, ഇപ്പോൾ ഡോപ്പമിൻ്റെതായി. ഇനി ACH അതായത് അസറ്റൈൽ കോളിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി കോളിനേജിക്സ് ആണ്. അത് ആകെ 2-3 ഡ്രഗ്സേ ഉള്ളൂ, ആൻറ്റി കോളിനേജിക്സ്. അപ്പം ഇതാണ് ഡ്രഗ്സ് വരുന്നത്. ഇനി ചെറിയൊരു കാര്യം കൂടെ, ഒറ്റൊരു പോയിൻ്റ്. ഈ കോംടി എന്ന് പറയുന്നത് 2 ഡ്രഗ് ഉണ്ട്. എൻ്റെ ക്യാപ്പോൺ, ടോൾ ക്യാപ്പോൺ എന്ന് പറഞ്ഞ 2 ഡ്രഗാണ്. എൻ്റെ ക്യാപ്പോണും ടോൾ ക്യാപ്പോണും. എന്നാൽ അതിലെ ഈ ടോൾ ക്യാപ്പോണിൽ എന്തുണ്ട്, BBB ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് ഇവിടെ ഈ ഒരു കോംടിയിലെ ഉള്ളിൽ, ബ്രെയിനിൻ്റെ ഉള്ളിലും എന്ത് ചെയ്യുന്നുണ്ട്, ടോൾ ക്യാപ്പോണ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോൾ ക്യാപ്പോൺ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ജസ്റ്റ് അറിഞ്ഞ് വെച്ചാൽ മതി. അത് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ഡ്രഗ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുന്നത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ കോഡ് പഠിക്കാം. ഓക്കെ, ഡ്രഗ്സ് എങ്ങനെ നമുക്ക് ഈസി ആക്കാം. അപ്പോൾ ഇത് കോഡ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കഥ ആലോചിച്ച് വെച്ചാൽ മതി. ആ കഥ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യുക കേട്ടോ. അതായത് ആൻറ്റി പാർക്കിൻസോണിസത്തിൻ്റെ നമ്മൾ ഡ്രഗ്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഡ്രഗ്സിനെ പറ്റി പറയാൻ നേരം കഥ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വലിയ കഥയാണ്. അപ്പോൾ നമ്മൾ ഈ ഗില്ലി സിനിമയില്ലേ, തമിഴ് സിനിമ, വിജയിൻ്റെ സിനിമയാണ്. അപ്പോൾ ഈ ഗില്ലി ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുക. അപ്പോൾ നടക്കുന്ന നേരം ഇതിൽ ആദ്യം നടനും നടിയും വേറെ ആൾക്കാരെയാണ് കാസ്റ്റ് ചെയ്തത്. ആ നടൻ്റെ പേര് രാസ എന്നായിരുന്നു, നടിൻ്റെ പേര് സെലിൻ എന്നായിരുന്നു. ഓക്കെ, നടൻ്റെ പേര് രാസ, നടിൻ്റെ പേര് സെലിൻ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ പുതുമുഖ നടനും നടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്ത് അവർ ഒരു പ്രൊമോ ഇറക്കാൻ തീരുമാനിച്ചു, ഒരു ഷോർട്ട് വീഡിയോ. അത് ഡാൻസും ഒരു കോമഡി സീനും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊമോ ആണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു അമീൻ എന്ന് പറഞ്ഞ ആളായിരുന്നു. ഓക്കെ, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അമീൻ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് അവർ ഡാൻസ് സീക്വൻസ് എടുത്ത്, ഈ ഡാൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ കുറച്ച് കയറെടുത്ത് ആ കയറിൽ എന്ത് ചെയ്ത് പല കളറടിച്ച്, ഓക്കെ, എന്നിട്ടത് ബേക്ക് കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്ത് ഈ റാസയും അതുപോലെ തന്നെ ഈ സെലിനും എന്ത് ചെയ്ത് ഒരു ഡാൻസ് കളിക്കുന്ന സീക്വൻസാണ്. അത് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്ത് അവർ ആ ഒരു കയറ് വെച്ചിട്ട് കളറടിച്ച ഒരു മോഡലാക്കിയെന്നേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ഡാൻസ് എടുത്ത് ഇനി പിന്നെ ഉള്ള എന്താണ്, ഒരു കോമഡി സീനാണ്. ഈ കോമഡി സീനിൽ ആ നടൻ എന്ത് ചെയ്ത് തലയിലൊരു ജോക്കറിൻ്റെ തൊപ്പി വെച്ച്, ജോക്കറിൻ്റെ തൊപ്പി എന്നല്ല, കുറച്ചൊരു ഹൈറ്റുള്ള തൊപ്പി, ഓക്കെ, ജോക്കറിൻ്റെ തൊപ്പി തന്നെ കൂട്ടിക്കോ. അപ്പോൾ ജോക്കറിൻ്റെ തൊപ്പി വെച്ചിട്ട് പറഞ്ഞ് ഒരു കോമഡി അടിക്കുന്ന സീനാണ്. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ തൊപ്പി വെച്ചത് കൊണ്ട് എൻ്റെ ഹൈറ്റ് കൂടി എന്ന് പറഞ്ഞൊരു കോമഡിയാണ് അടിച്ചത്. അതായത് തലയിൽ ഒരു ഹൈറ്റുള്ള തൊപ്പി വെച്ചപ്പോൾ എന്തായി, ഞാൻ എൻ്റെ ഹൈറ്റ് കൂടി എന്നുള്ളത് എന്തായി ഒരു കോമഡി ആക്കി പറഞ്ഞു. അപ്പോൾ ആ ഒരു കോമഡി സീനാണ് അടുത്തത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം ഡാൻസും ഷൂട്ട് ചെയ്ത് പിന്നെ ഈ ഒരു കോമഡി സീനും ഷൂട്ട് ചെയ്തിട്ട് എന്താക്കി, അത് ഷോർട്ടാക്കി. ആ വീഡിയോ ഒന്ന് ഷോർട്ടാക്കിയിട്ട് അവർ പ്രൊമോഷൻ ഇറക്കി. അങ്ങനെ പ്രൊമോഷൻ ഇറക്കിയ സമയത്ത് എന്ത് ചെയ്ത്, ഇത് കുറച്ച് മാവോയിസ്റ്റുകാർ കണ്ട്, അവരുടെ നാട്ടിൽ നിന്നാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ ഈ മാവോയിസ്റ്റുകാർ എന്ത് ചെയ്ത് ഈ നടനെ നടിയെ എന്ത് ചെയ്ത് കിഡ്നാപ്പ് ചെയ്ത്. അപ്പോൾ കിഡ്നാപ്പ്
ചെയ്ത്. അപ്പോൾ ഇവർ കംപ്ലയിൻ്റ് ചെയ്ത്. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് ഈ ലീവോഡോപ്പ എന്ന് പറയുന്ന ആൾ. ഈ ലീവോഡോപ്പ എന്ന് പറഞ്ഞാൽ കുറച്ച് ഈ കിഡ്നാപ്പിങ്ങിൽ കുറച്ച് അഗ്രഗണ്യനാണ്. അപ്പോൾ ലീവോഡോപ്പ എന്താ ചെയ്യുക? ലീവോഡോപ്പ വലിയ ആളായതുകൊണ്ട് ലീവോഡോപ്പക്ക് എപ്പോഴും പ്രൊട്ടക്ഷനായിട്ട് ഇടത്തും വലത്തും ആൾക്കാരുണ്ടാവും. ഓക്കെ, ഇടത്തും വലത്തും. ഈ ലീവോഡോപ്പൻ്റെ കാറ് എന്ന് പറഞ്ഞാൽ ബെൻസാണ് കാറ്. അപ്പോൾ ബെൻസിൽ അയാൾ ബേക്കിൽ നടുവിലിരിക്കും. ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും എന്തുണ്ടാവും? ബോഡി ഗാർഡ്സും ഉണ്ടാവും. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ബോഡി ഗാർഡ്സും ഉണ്ടാവും. അങ്ങനെ ഈ ലീവോഡോപ്പ എന്ത് ചെയ്ത് അവരെ രക്ഷിക്കാൻ പോകും. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്യും? ഈ ലീവോഡോപ്പൻ്റെ അമാനുഷിക ശക്തി കൊണ്ട് ആ ഒരു പോരാട്ടത്തിനൊടുവിൽ എന്ത് ചെയ്യും? അവർ ഈ രണ്ടാൾക്കാരെ രക്ഷിക്കും. എന്നാൽ ഈ ആൾക്കാരെന്ത് ചെയ്ത് ഇത്രയും നടന്നതുകൊണ്ട് ആ പ്രൊജക്റ്റ് ഒഴിവാക്കി. അങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഈ വിജയും തൃശയൊക്കെ പിന്നെ കാസ്റ്റായിട്ട് സിനിമയിലേക്ക് വരുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഈ ഡ്രഗ്സ് പഠിക്കാനുള്ള ഒരു കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് കണക്ഷൻ വരുത്തുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കുള്ള ഡ്രഗ്സ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ക്ലാസിഫിക്കേഷൻ. ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്സ് എഫക്റ്റിംഗ് ഡോപ്പമിനേജിക് സിസ്റ്റം, ഡ്രഗ്സ് എഫക്റ്റിംഗ് കോളിനേജിക് സിസ്റ്റം. അപ്പോൾ ആദ്യം ഈ ഡോപ്പമിനേജിക് സിസ്റ്റത്തിൻ്റെ കഥയാണ് ഇപ്പം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഇത് ഗില്ലി ഫിലിമിൻ്റെ ഷൂട്ടിങ്ങാണ്. അപ്പോൾ അതിൽ ആരായിരുന്നു ഉള്ളത്? നടൻ എന്ന് പറഞ്ഞാൽ റാസയാണ്, നടി എന്ന് പറഞ്ഞാൽ സെലിനാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്: റാസ ഗിലിൻ, പിന്നെ സെലിനാണ്, സെലി ഗിലിൻ. ഓക്കെ, അത് കണക്ട് ചെയ്യുക. റാസ ഗിലിൻ, സെലി ഗിലിൻ. ഓക്കെ, അതായല്ലോ. ഇനി അടുത്ത ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? ഇനി ഒരു പ്രൊമോഷൻ ഇറക്കുകയാണ്. ഓക്കെ, പ്രൊമോഷൻ. അപ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരെന്താ ചെയ്തത്? ഒരു ഡാൻസ് വീഡിയോ ഒരു കോമഡി സീനാണ് എടുത്തത്. അപ്പം ഡാൻസ് വീഡിയോയിൽ എന്തായിരുന്നു? ഇതിൻ്റെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അമീനാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഇതാണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ DOP ഡോപ്പമിൻ. അപ്പോൾ ഡോപ്പമിൻ നെർജിക് അഗോണിസ്റ്റാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. ആ ഡാൻസിൻ്റെതാണ്. അപ്പോൾ ഡാൻസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പല കളറടിച്ച പെയിൻ്റ് അടിച്ച റോപ്പ് കെട്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഡാൻസ് കളിക്കുന്നത്. അതാണ് ഈ റോപ്പ് നിറം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ, റോപ്പി നിറോൾ. എന്നിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? വീഡിയോ ഷോർട്ടാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് പ്രൊമോഷന് വേണ്ടി ഇറക്കിയത്. അപ്പോൾ പ്രൊമോഷന് വേണ്ടി പ്രോമോ ക്രിപ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഷോർട്ടാക്കുക എന്ന അർത്ഥം. അപ്പം പ്രോമോ ക്രിപ്റ്റിൻ അത് കണക്ട് ചെയ്യുക കേട്ടോ. ബ്രോമോ ക്രിപ്റ്റിനും റോപ്പിനിറോളും എന്താണ്? ഡോപ്പമിനേജിക് അഗോണിസ്റ്റാണ്. ഇനി അടുത്തത് കോമഡി സീനുണ്ട്. ആ കോമഡി സീനാണ് കോംടി ഇൻഹിബിറ്ററിൽ വരുന്നത്. അതായത് കോമഡിയിൽ വരുന്നതാണ് എന്തായിരുന്നു? നടന് തലയിൽ തൊപ്പി വെച്ച്. അപ്പം എന്നിട്ട് പറഞ്ഞ എന്താണ്? എൻ്റെ തലയിൽ തൊപ്പി വെച്ചത് കൊണ്ട് എനിക്ക് ഹൈറ്റ് കൂടിയെന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ തലയിൽ തൊപ്പി വെച്ചത്, അതായത് എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ. ക്യാപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപ്പ് വെച്ചു എന്നുള്ളത്. ക്യാപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ ക്യാപ്പ് വെച്ചു, എൻ്റെ ക്യാപ്പ് ഓൺ. എന്ത് ചെയ്ത്? ഹൈറ്റ് കൂടി. ഹൈറ്റിൻ്റെ ഇംഗ്ലീഷാണ് ടോൾ എന്ന് പറയാമല്ലോ. അപ്പം ടോൾ ക്യാപ്പ് ഓണും, എൻ്റെ ക്യാപ്പ് ഓൺ, ടോൾ ക്യാപ്പ് ഓൺ. അപ്പോൾ കോമഡി സീനുമായി ഡാൻസ് സീനുമായി. പിന്നെ ഇത് കണ്ടിട്ട് ആരാണ്? അതായത് മാവോയിസ്റ്റുകാർ എന്ത് ചെയ്ത്? ഇവരെ കിഡ്നാപ്പ് ചെയ്ത്. ആരെയാണ് കിഡ്നാപ്പ് ചെയ്തത്? സെലിനെയും റാസയും. അപ്പോൾ മാവോബി എന്തിൽ വരണം? സെലിനും റാസ, അല്ലെങ്കിൽ ഗിലി എന്നുള്ളത് എന്താണ്? നമ്മുടെ സിനിമാ പേരും കൂടെ കൂട്ടിച്ചേർക്കുക. അപ്പോൾ മാവോബി ഇൻഹിബിറ്റേഴ്സിൻ്റെ കോഡുമായി കോംടി ഇൻഹിബിറ്റേഴ്സിൻ്റെതുമായി പിന്നെ ഡോപ്പമിനർജിക് അഗോണിസ്റ്റിൽ ഒരൊറ്റ ഡ്രഗും കൂടെ ഉണ്ട്, പ്രാമിപെക്സോൾ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? എങ്ങനെയും പഠിക്കുക. ഇനി അടുത്തത് ഇവരെ രക്ഷിക്കാൻ വരുന്നത് ആരാണ്? ലീവോഡോപ്പയാണ്. അപ്പോൾ ഈ ലീവോഡോപ്പ എന്ന് പറയുന്നത് എന്താണ്? ചുറ്റും ബോഡി ഗാർഡ് വേണം. കാരണം ഇത് ഒറ്റയ്ക്ക് പറ്റില്ല. കാരണം എന്താ? ആൾക്കാർ അറ്റാക്ക് ചെയ്യും. കാരണം എന്താ? BBB എത്തുന്നതിൻ്റെ മുന്നേ ലീവോഡോപ്പ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ആൾക്കാരാണ് ഈ പെരിഫറൽ ഡീകാർബോക്സിലേസ് ഇൻഹിബിറ്റർ. അതിൽ വരുന്നതാണ് ഈ ലീവോഡോപ്പൻ്റെ കാർ ഏതായിരുന്നു? ബെൻസായിരുന്നു. അപ്പോൾ ബെൻസിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാരുണ്ട് ബോഡി ഗാർഡായിട്ട്. അതാണ് ബെൻസിറ സൈഡ്. അതായത് ബെൻസിൻ്റെ രണ്ട് സൈഡിലും
ബെൻസിറ സൈഡ്. ഇനി കാർബിഡോപ്പ എന്ന് പറഞ്ഞാലും സെയിം മീനിങ്ങാണ്. ആ കാറിൽ 2 സ്ഥലത്തും എന്തുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, കാർബിഡോപ്പ ബെൻസിറ സൈഡ്. അപ്പം അതുമായി ഇതുമായി പിന്നെ അമാനുഷികമായ പോരാട്ടത്തിനൊടുവിലാണ് എന്ത് ചെയ്തത്, കീഴടക്കിയത്. അപ്പം അമാനുഷിക എന്നുള്ളത് അമെൻഡാഡിൻ വെച്ച് റിലേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഡ്രഗ്സ് വരുന്നത്. ഏത്, ഡോപ്പമിനേജിക് സിസ്റ്റം. ഇനി പിന്നെ അടുത്ത് വരുന്നത് ഏതാ, കോളിനേജിക് സിസ്റ്റമാണ്. അത് നിങ്ങൾ ജസ്റ്റ് പഠിച്ചിട്ടാൽ മതി. അത് ഏതെങ്കിലും 2 ഡ്രഗ് പഠിക്കുക. ബൈപ്പെരിഡൻ, പ്രോസൈക്ലിഡിൻ, ഓർഫനാഡ്രിൻ, പ്രോമെത്താസിൻ. അത് ആൻറ്റി ഹിസ്റ്റമിനും വരും, സെൻട്രൽ ആൻറ്റി കോളിനേജിക്സും വരും. 2 ക്ലാസ് ഓഫ് ഡ്രഗാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇതും വെച്ചിട്ട് അത് പഠിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ 2 ടോപ്പിക്കും കൂടെ പഠിക്കാനുണ്ട്. ആ 2 ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ലീവോഡോപ്പനെ പറ്റി നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലീവോഡോപ്പ കുറച്ച് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ലീവോഡോപ്പനെ പറ്റി നിങ്ങൾ ത്രിപാദി ഒന്ന് റെഫർ ചെയ്താൽ മതി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാനിപ്പോൾ എടുത്തുതരും. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. ഞാനിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീവോഡോപ്പൻ്റെ കാര്യവും പറയും, പിന്നെ മൊത്തത്തിലുള്ളൊരു സൈഡ് എഫക്റ്റും പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ത്രിപാദിയോ ഏതെങ്കിലും വായിച്ച് നോക്കിയാൽ കിട്ടും. ഇത്രയും മതി ബേസിക്കായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലീവോഡോപ്പൻ്റെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ലീവോഡോപ്പ എപ്പോഴും എന്താണ്, കാർബിഡോപ്പൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ. ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ. ഈ ഒരു കോമ്പിനേഷൻ, ഈ കോമ്പിനേഷൻ്റെ ബെനിഫിറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ലീവോഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷൻ. എന്തിനാണ് ലീവോഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്നത്, അതാണ് ചോദ്യം. ഇനി ഈ ഒരു കോമ്പിനേഷൻ്റെ വേറൊരു പേരാണ് കോ കാറൽ ഡോപ്പ. ചിലപ്പോൾ 5 മാർക്കിന് കോ കാറൽ ഡോപ്പ എന്നും ചോദിക്കാം. ഏതാണ്, കോ കാറൽ ഡോപ്പ. ഇതൊക്കെ ത്രിപാദിയിലുണ്ട് കേട്ടോ. കോ കാറൽ ഡോപ്പ ഇതിൻ്റെ വേറൊരു പേരാണ്. ആ ഒരു കോമ്പിനേഷൻ്റെ പേരാണ് കോ കാറൽ ഡോപ്പ. അപ്പോൾ ഇതിനെന്തുണ്ട്, ഒരു 6 പോയിൻ്റ് ഉണ്ട് പഠിക്കുക. നിങ്ങൾ ത്രിപാദിയിൽ തന്നെ ഉണ്ട്, കറക്റ്റ് 6 പോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് പോയിൻ്റാണ് എന്താണ്, ലീവോഡോപ്പ സിംഗിളായിട്ട് കഴിക്കുകയാണെങ്കിൽ എന്താവും, അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നോർമലി ഇപ്പോൾ ഇതൊരു 100 mg ആണ് ലീവോഡോപ്പ എടുക്കേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷേ ലീവോഡോപ്പ സിംഗിളായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു 500 mg എങ്കിലും എടുത്താലാണ് 100 mg ബ്രെയിനിലെത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അത് നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോസ്, ലീവോഡോപ്പൻ്റെ ഡോസ് നമുക്ക് ഏകദേശം 4/1 ആക്കിയിട്ട് കുറയ്ക്കാൻ പറ്റും. ഡോസ് 1/4 ആക്കിയിട്ട് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അതാണ് ഫസ്റ്റ് പോയിൻ്റ്, ഇതിൻ്റെ ബെനിഫിറ്റാണ്. ഇനി അടുത്ത രണ്ടാമത്തതാണ്, ലീവോഡോപ്പ എന്താണ്, ഡോസ് കുറഞ്ഞത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് സൈഡ് എഫക്റ്റ്, അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തായിരിക്കും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റാണ് ഇത് കഴിച്ച ഉടനെ തന്നെ ഈ ഛർദ്ദിക്കാൻ വരും. കാരണം ഇത് ഡോപ്പമിൻ്റെ അളവ് കൂട്ടുന്നതുകൊണ്ട് ഡോപ്പമിന് ഈ ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാൻ പറ്റും. സൈഡ് എഫക്റ്റ് നമുക്ക് കുറയ്ക്കാം. കാരണം എന്താ, ഡോസ് കുറച്ച് മതി. അതുകൊണ്ട് രണ്ടാമത്തെ പോയിൻ്റായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സൈഡ് എഫക്റ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി മൂന്നാമത്തതാണ്, അതും സൈഡ് എഫക്റ്റിൽ വരുന്നതാണ്. ഇതിൻ്റെ അടുത്തൊരു സൈഡ് എഫക്റ്റാണ് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട കാർഡിയാക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. കാർഡിയാക്ക് സൈഡ് എഫക്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാണ്ടാക്കാന്നല്ല, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, മൂന്നാമത്തെ പോയിൻ്റ് അതാണ്. ഇനി നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഇത് അറിഞ്ഞു വെക്കുക, ഒരു ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിൽ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. അതായത് വൈറ്റമിൻ B6ൻ്റെ വേറൊരു പേരാണ് പിരിഡോക്സിൻ. വൈറ്റമിൻ B6 ഇതിൻ്റെ വേറൊരു പേരാണ് പിരിഡോക്സിൻ. ഈ പിരിഡോക്സിന് എന്തിനുള്ള കഴിവുണ്ട്, ലീവോഡോപ്പന മെറ്റബോളിസം കൂട്ടാനുള്ള കഴിവുണ്ട്. അതായത് ലീവോഡോപ്പന അതായത് വാടകയ്ക്ക് കൊല്ലിപ്പിക്കുന്ന പോലെ, അതായത് കില്ല് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യുക, ലീവോഡോപ്പന കില്ല് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. അപ്പം ലീവോഡോപ്പ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എന്താണ്, പിരിഡോക്സിൻ എന്ത് ചെയ്ത് കളയും, ലീവോഡോപ്പന പെട്ടെന്ന്, അതായത് രണ്ടും കൂടെ കഴിക്കുകയാണ്, വൈറ്റമിൻ B6ഉം ലീവോഡോപ്പ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പിരിഡോക്സിൻ പോയിട്ട് ലീവോഡോപ്പന എന്ത് ചെയ്ത് കളയും,
ഒരു വാടക കൊലയാളിനെ ഏൽപ്പിക്കുന്ന പോലെ പെട്ടെന്ന് കില്ല് ചെയ്ത ആൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഈ പിരിഡോക്സിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാം. അതിന് പിരിഡോക്സിൻ റിവേഴ്സൽ എന്നാണ് പറയുക. എഫക്റ്റ് പിരിഡോക്സിൻ റിവേഴ്സൽ ഓഫ് ലീവോഡോപ്പ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി 5ാമത്തെ പോയിൻ്റാണ് ഓൺ ഓഫ് ഫിനോമിനൻ. ഇത് ത്രിപാദിയിൽ ഇങ്ങനെ തന്നെയാണുള്ളത്, ഓൺ ഓഫ് ഫിനോമിനൻ. ഓൺ ഓഫ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിളാണ്. ഓൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ലീവോഡോപ്പ നമ്മൾ കഴിച്ച് ലീവോഡോപ്പ കൊണ്ട് നമുക്ക് സിംറ്റംസ് മാറുന്നുണ്ടെങ്കിൽ അത് ഓൺ ആണെന്ന് പറയാം. ഇനി ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സിംറ്റംസ് വീണ്ടും വരും. അതിനാണ് ഓഫ് എന്ന് പറയുക. അതായത് ഡ്രഗ് ഓണാണ്, ഡ്രഗ് ഓഫാണ്. അതിനാണ് ഓൺ ഓഫ് ഫിനോമിനൻ എന്ന് പറയുക. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ലീവോഡോപ്പൻ്റെ TF എന്ന് പറഞ്ഞാൽ ഏകദേശം 1 to 2 ഹവറാണ്. 2 മണിക്കൂറൊക്കെ എന്ത് കിട്ടുള്ളൂ, ഇതിൻ്റെ ആക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഇതിൻ്റെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഓഫ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഡ്രഗ് എന്താവും, ഓഫാവും. മറ്റേത് ഓണാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചാൽ ഉപകാരം എന്താണ്, ഇതിൻ്റെ TF കൂട്ടാൻ പറ്റും. ഓക്കെ, കുറച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ എഫക്റ്റ് കൂടി നിൽക്കും. അപ്പോൾ ഈ ഓൺ ഓഫ് ഫിനോമിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. ഇതാണ് 5ാമത്തെ പോയിൻ്റ്. ഇനി 6ാമത്തെ പോയിൻ്റാണ് അതായത് സിംഗിളായിട്ട് കഴിക്കുന്നതിനേക്കാളും എന്താണ് എഫക്റ്റ് ഈ കോമ്പിനേഷനായിട്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുമാണ് 6ാമത്തെ എഫക്റ്റ്. അപ്പോൾ ഇത്രയാണ് 6 ബെനിഫിറ്റ്സ് ഓഫ് ലീവോഡോപ്പ കാർബിഡോപ്പ കോമ്പിനേഷൻ. ഇനി ഇതുകൊണ്ട് മാറാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്നതാണ് ഈ ബെനിഫിറ്റ്സ് കൊണ്ട് കാര്യമില്ലാത്ത ഈ ലീവോഡോപ്പൻ്റെ മെയിൻ സൈഡ് എഫക്റ്റാണ് സൈക്കോസിസ്. ഈ ഡ്രഗ് ഓവറായിട്ട് എടുത്താൽ ആൾക്ക് എന്തുണ്ടാവും, സൈക്കോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. ഓക്കെ, സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിയാലിറ്റി ആയിട്ട് ടച്ച് വിട്ടുപോവുക. അതാണ് ഈ സൈക്കോസിസ്. അപ്പോൾ സൈക്കോസിസ് ഉണ്ടാവാം. അതായത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്നാണ് പറയുക. ഡ്രഗ് കാരണം വന്നതാണ് സൈക്കോസിസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സിംറ്റംസാണ്, അതായത് ഈ ബിഹേവിയറിലൊക്കെ മാറ്റം വരിക. അതാണ് ഈ സൈക്കോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ സൈഡ് എഫക്റ്റാണ് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ. പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കിടന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് എണീറ്റ് നിൽക്കുന്നവരെ എന്ത് ചെയ്യും, BP അങ്ങ് കുറഞ്ഞു പോകും. അത് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും എക്സ്പീരിയൻസ് ആവുന്ന ഒരു സാധനമാണ്. നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് കിടന്നാൽ എണീറ്റാൽ ഒരു തല കറങ്ങുന്ന പോലെ തോന്നും. അത് ചില ടൈമിൽ ഉണ്ടാവുള്ളൂ. അതിന് ആ പേരാണ് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ. അത് ഈ ഡ്രഗ് കഴിച്ചാൽ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ടുണ്ടാവും പോസ്ചറൽ ഹൈപ്പോടെൻഷൻ. ഓക്കെ, അത് ഈ കോമ്പിനേഷൻ കൊണ്ട് മാറൂല. അപ്പോൾ ഈ 2 കാര്യം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. ഇനി ഇതിനൊരു എക്സാമ്പിളും പഠിക്കുക. ഈ ഒരു കോകാർഡോപ്പ, അതായത് ബ്രാൻഡ് വൈസ് ആ ബ്രാൻഡിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ സണ്ണിൻ്റെ ഒരു ബ്രാൻഡ് പറഞ്ഞുതരാം. സണ്ണിൻ്റെ ബ്രാൻഡാണ് സിൻഡോപ്പ എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്, സിൻഡോപ്പ. ഇനി വേണേൽ നിങ്ങൾ സൺഡോപ്പ എന്ന് പഠിച്ചാൽ മതി. സണ്ണായതുകൊണ്ട് സൺഡോപ്പ അല്ല, സിൻഡോപ്പയാണ് സാധനം. ഈ സിൻഡോപ്പ എന്ന് പറഞ്ഞാൽ അവിടെ കാർബിഡോപ്പ 10 mg ആയിരിക്കും, ലീവോഡോപ്പ 100 mg. അതാണ് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കുക. സിൻഡോപ്പ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാൻഡാണ്. അത് നിങ്ങളുടെ എവിടെ ഉണ്ട്, ബുക്കിലുണ്ട്. ത്രിപാദി ബുക്കിൽ സിൻഡോപ്പ ടിഡോമെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡ് പറയുന്നുണ്ട്. ഇത്രയാണ് ഈ കോകാർഡോപ്പ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഞാൻ ഇതിൻ്റെ സൈഡ് എഫക്റ്റും കൂടെ പറഞ്ഞിട്ട് ചാപ്റ്റർ നിർത്തുകയാണ്. അപ്പം സൈഡ് എഫക്റ്റ് ഞാൻ കോമൺ ആയിട്ട് പറയുകയാണെ, ഓരോ സ്പെസിഫിക് ആയിട്ടല്ല, കോമൺ ആയിട്ട്. സൈഡ് എഫക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്വഭാവത്തിലൊക്കെ മാറ്റമാണ്. സൈക്കോസിസ് വരാം, പിന്നെ വൊമിറ്റിങ് വരും. വൊമിറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോസിസ് വരാം, വൊമിറ്റിങ് വരാം, നോസിയ വൊമിറ്റിങ് ഏകദേശം സെയിം തന്നെ. നോസിയ, വൊമിറ്റിങ്, പിന്നെ യൂറിനും സലൈവൊക്കെ ചില ബ്രാൻഡ് കളറ് മാറുന്നുണ്ട്. ഡിസ്കളറേഷൻ ഓഫ് യൂറിൻ ആൻഡ് സലൈവ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാത്തിലും വേണം എഴുതിയിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലൊന്ന് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ടോൾ ക്യാപ്പോൺ സിവിയർ ഡയേറിയാണ്. സിവിയർ ഡയേറിയ കാണിക്കുന്ന ഡ്രഗാണ് ടോൾ ക്യാപ്പോൺ. ഓക്കെ,
ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് തൂറി തൂറി തോലുരിഞ്ഞ് പോവുകയാണ്. ഞാനങ്ങനെയാണ് പഠിച്ചു വെച്ചത്. ടോൾ ക്യാപ്പോൺ. പിന്നെ ബ്രോമോക്രിപ്റ്റിൻ എന്ന് പറയുന്നത് ബ്രോമോൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ബ്രോങ്കൈൻ ആലോചിക്കുക. ബ്രോങ്കൈ അതായത് ലങ്സായിട്ട് ബന്ധപ്പെട്ടതാണ്. ലങ്സിന് എന്ത് സംഭവിക്കുക? ഫൈബ്രോസിസ് സംഭവിക്കുക. അതിന് പൾമനറി ഫൈബ്രോസിസ് എന്നാണ് പറയുക. പൾമനറി ഫൈബ്രോസിസ്. അപ്പോൾ ബ്രോമോക്രിപ്റ്റിൻ്റെയും ടോൾ ക്യാപ്റ്റോൻ്റെയും ഞാൻ എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കോമൺ ആക്കി പറഞ്ഞത് എല്ലാത്തിനും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സൈഡ് എഫക്റ്റ്. ബാക്കി നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ. ഒന്നുമില്ല, ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം. ഈ കോർട്ടെക്സ് ആ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് നിങ്ങളുടെ ബുക്കിലും ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ശരിക്കും നിങ്ങൾക്ക് എക്സാമിനേക്കുള്ള വേണ്ടത്. എന്താണ് ഈ ഡിസീസിൽ ഏതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് എഫക്റ്റ് ആവുന്നത്, അതായത് ഡോപ്പമിനും അസറ്റൈൽകോളിനുമാണ്. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്, അതായത് ഡോപ്പമിൻ്റെ അളവ് കൂട്ടുകയാണ് ഉദ്ദേശം. പിന്നെ അതെങ്ങനെയാണ് ഓരോന്നിൻ്റെ മെക്കാനിസം, പിന്നെ ആ ഡ്രഗ് എങ്ങനെ കാണാണ്ട് പഠിക്കാനുള്ള ട്രിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തും ഈ ലീവോഡോപ്പ കാറൽ ഡോപ്പൻ്റെ കോമ്പിനേഷനും. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ ആ ആൻറ്റി കോളിനേജിക്സിൻ്റെ കോഡ് വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് പാർക്കിൻസൺ അല്ലേ ഡിസീസ്. അപ്പോൾ പാർക്കിൻ്റെ മക്കൾ, ഓക്കെ, പാർക്കിൻ്റെ സൺ എന്ന് പറഞ്ഞാൽ മകന്, പാർക്കിൻ്റെ മകന് പേരിടൽ ചടങ്ങാണ്. പാർക്കിൻ്റെ മക്കൾക്ക് പേരിടൽ ചടങ്ങ്. അതായത് 2 മക്കളുണ്ട്, അതുകൊണ്ടാണ് ബൈപേരിഡൻ. ഓക്കെ, ബൈപേരിഡൻ 2 മക്കളുള്ളതുകൊണ്ട് 2 പേരിടൽ ചടങ്ങാണ്. അതിൽ ഒരു കുട്ടി ആണാണ്, ഒരു കുട്ടി പെണ്ണാണ്. ആണിന് എന്ത് ചെയ്ത് ഒരു നല്ല സൈക്കിൾ വാങ്ങിക്കൊടുത്ത്, പ്രോ എന്ന് പറഞ്ഞാൽ അടിപൊളി സൈക്കിൾ വാങ്ങിക്കൊടുത്ത്, അപ്പോൾ പ്രോ സൈക്ലിഡിൻ. പെണ്ണിന് എന്ത് ചെയ്ത് 6 കളിക്കുന്ന ബെൻസ് കാറും വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ഈ ട്രൈഹെക്സി ഫെനിഡൈലിൻ്റെ വേറൊരു പേരാണ് ബെൻസ് ഹെക്സോൾ. എന്താ ബെൻസ് ഹെക്സ് എന്ന് പറഞ്ഞാൽ 6, ഓള് എന്ന് പറഞ്ഞാൽ അത് പെണ്ണായതുകൊണ്ടാണ് ഓള്. അപ്പം ബെൻസ് ഹെക്സോൾ എന്നങ്ങ് പഠിച്ചാൽ മതി. പിന്നെ ആൻറ്റി ഹിസ്റ്റമിൻ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഓർഫനാഡ്രിൻ പ്രോമെത്താസിൻ എന്ന് ബൈഹാർട്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാർക്കിൻ്റെ മക്കൾക്ക് പേരിടാനുള്ളതാണ്, പേരിടൽ ചടങ്ങാണ്. അപ്പോൾ 2 മക്കളുള്ളതുകൊണ്ട് ബൈപേരിഡൻ. പിന്നെ ഒരു ആൺകുട്ടിക്ക് പ്രോ സൈക്കിൾ വാങ്ങിക്കൊടുത്ത് പ്രോ സൈക്ലിഡിൻ, പെൺകുട്ടിക്ക് ബെൻസെക്സോളും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത് ചാപ്റ്റർ വരുന്നത്. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ?